ഇമ്രുൽ ഖൈസ് വന്ന് അത് നോക്കാൻ പറ്റില്ല, വന്ന് ഇറങ്ങി ഇങ്ങനെ നേരെ പോരെ. ഇമ്രുൽ ഖൈസിന്റെ പ്രണയം എന്താ ഉണ്ടായിട്ടുണ്ട്. എന്നൊക്കെ പ്രണയത്തിൽ കാമംഗലത്തി പാടിയ പ്രണയനായകന്മാർ, അത് മനസ്സിലാകേണ്ടവർക്ക് മനസ്സിലായാൽ മതി, ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പ്രേമം നടിച്ച പെണ്ണിനെ കിടപ്പറയിൽ കൊണ്ടുപോയി എല്ലാ കവറിനെടുത്തിട്ടത് വീഡിയോയിൽ പിന്നെ നെറ്റിൽ അപ്ലോഡ് ചെയ്ത കാമുകന്മാര് പഴയകാലത്തുണ്ടായിട്ടില്ല. ആ കച്ചവടം പഴയകാലത്തുണ്ടായിട്ടില്ല. പ്രണയ സ്വാഭാവികമാണ്. ഒരു സഹാബി വന്നിട്ട് നബിയോട് പറഞ്ഞു, നബിയെ ഞാൻ അറിയാതൊരു പെണ്ണിനെ ചുംബിച്ചു നബിയെ. ഇപ്പൊ ന്യൂ ജനറേഷനാണ് ഈ വാള് പറയണത്. സംഭവിച്ചു പോയി ഉറപ്പാണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞു. നബിയെ ഞാൻ ചുംബിച്ചു പോയി, എന്നെ എറിഞ്ഞു കൊല്ല്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ചുംബിച്ചതേ ഉള്ളൂ. പ്രണയൊക്കെ ഇങ്ങനെ തുടങ്ങിയ ആ സമയത്ത് അതാണ് തഖ്വ, തിരിച്ചറിവാണ് തഖ്വ. നബി എന്നെ എറിഞ്ഞുകൊല്ല്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ചുംബിച്ചതേ ഉള്ളെങ്കിൽ എറിഞ്ഞുകൊല്ലണ്ട. ആകാശലോകത്ത് നിന്ന് ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന നബിയെ അഖിമിസ്സലാത്ത തറഫിയൻ നഹാരി വസുലഫൻ മിനൽ ലൈൽ ഇന്നൽ ഹസനാതി യുദഹിബിന സയ്യാത് ദാലിക ദിക്റാ ലിസാകിരീൻ. 5 വഖത്ത് നിസ്കാരം കൃത്യമായിട്ട് അനുഷ്ഠിക്കാൻ പറയുന്ന നബിയെ. ഇന്നൽ ഹസനാതി യുദഹിബിന സയ്യാത്, തിന്മ ചെയ്താൽ നന്മകൾ വർദ്ധിപ്പിക്കണം. അപ്പൊ തിന്മദാന ഇല്ലാതാവും. അറിയാതെ ചെറിയ തെറ്റൊക്കെ വന്നാൽ നന്മകൾ വർദ്ധിപ്പിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് ഇനി ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കുക. മജ്നൂൻ പാടിയതാണ്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് ലൈലയല്ലാത്തൊരു പെണ്ണിനെ കണ്ടാൽ, ലൈലയല്ലാത്തൊരു പെണ്ണിനെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടാൽ എന്റെ കണ്ണിന് അഴുക്കായി പോയി, ഞാൻ എന്റെ കാമുകിയെ വഞ്ചിച്ചു പോയി. ഇനി എന്റെ കണ്ണുകൊണ്ട് ലൈലയെ കാണണമെങ്കിൽ ആ കണ്ണ് ഞാൻ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കണം. എന്നാലേ പിന്നെ എന്റെ കണ്ണുകൊണ്ട് ലൈലയെ കാണാൻ പറ്റൂ. എഴുതിയിട്ട് ഇമാമുനാ ഗസാലി റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, മുസ്ലിമേ, ഹറാമുകൾ കണ്ണുകൾ മുഴുവനും ഇങ്ങനെ വെച്ചിട്ട് ആ കണ്ണുനീര് കൊണ്ട് കഴുകി ശുദ്ധിയാക്കാട് എങ്ങനെയാണ് നിന്റെ റബ്ബിനെ നാളെ നിനക്ക് ലിഖാഹ് സ്വർഗ്ഗത്തിൽ കാണാൻ കഴിയുക? ഇമാമുനാ ഗസാലി ചോദിച്ച് കരഞ്ഞങ്ങട് കഴുകണ്ടേ, എന്നിട്ട് അല്ലാഹനെ കാണണ്ടേ, തഖ്വയോടെ ജീവിക്കണ്ടേ. ഇതിനാണ് തആവുൽ ഖദം മുമ്പിലോട്ട് വെച്ച തഖ്വ. ഈ സംഘടനയുടെ ചുരുക്കപ്പേര് തന്നെ തഖ്വ എന്നാണ്. അല്ലാഹു ആ തഖ്വ നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയും മനുഷ്യന്മാരെ, ആമീൻ പറഞ്ഞില്ലേ? അല്ലാഹു തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു തഖ്വ നൽകി അനുഗ്രഹിക്കട്ടെ. തെറ്റ് ചെയ്തിട്ട് അത് തെറ്റാന്ന് മനസ്സിലാക്കി അല്ലാഹുവിലേക്ക് അടുത്തവനാണ് വലിയ പ്രതിഫലത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്. നിസ്കരിക്കുന്നവർ നേരെ സ്വർഗ്ഗത്തിൽ പോകുന്നതാണ്. നോമ്പ് പിടിക്കുന്നവർ നേരെ സ്വർഗ്ഗത്തിൽ പോകും. സദഖ ചെയ്യുന്നവർ മുത്തഖീങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്ന അവസ്ഥ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ന്യൂ ജനറേഷന് വേണ്ടി മാത്രം. സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ വാതിൽ താനെ തുറക്കപ്പെടും. അവരതിലേക്ക് കയറിയിരുന്നാൽ അവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇവരുടെ മുമ്പിലേക്ക് വരും. മുത്തഖീങ്ങൾ സ്വർഗത്തിൽ കയറുന്നത് ഇങ്ങനെയാ: കിളക്കണ്ട, പൂട്ടണ്ട, അവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. കൊതിക്കുന്ന പഴമെടുക്കുന്നതാ കയറണ്ട, പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട. നമ്മുടെ കൊല്ലം ജില്ലയുടെ സ്വകാര്യ അഭിമാനമായിരുന്ന ബഹുമാനനായ തടവ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദ ഇന്നും ഒരു തെക്കൻ ജില്ലക്കാരെന്ന രീതിയിൽ വടക്കൻ മലബാറിൽ പോകുമ്പോ അഭിമാനമേടെന്നറിയോ? വടക്കൻ മലബാറിൽ പോയി എവിടെ വാള് പറഞ്ഞാലും ആളുകൾ പറയും തടവ ഉസ്താദ് ഇവിടെ വാള് പറഞ്ഞിട്ടുണ്ട്. തടവ ഉസ്താദ് വാള് പറയാത്തൊരു മഹല്ല് വടക്കൻ മലബാറിലില്ല. അങ്ങനത്തെ മഹാപണ്ഡിതൻ ഇവിടെ വന്നപ്പോ ആരും അനൗൺസ് ചെയ്തു, പ്രഭാഷണ കലയിലെ ചക്രവർത്തി ബാക്കവി എന്നല്ല, പ്രഭാഷണ കലയുടെ ചക്രവർത്തി ആരെന്നറിയോ? തടവ മുഹമ്മദ് കുഞ്ഞു മൗലവി.
കാസർഗോഡ് ബേക്കൽ പള്ളിയിൽ വാളിന് പോയപ്പോ അവര് പറഞ്ഞു 22 വർഷം തുടർച്ചയായി 10 ദിവസം വെച്ച് വാള് പറഞ്ഞിട്ടുണ്ട് തടവ ഉസ്താദ് അവിടെ. അപ്പൊ ആരാ ചക്രവർത്തി? നമ്മൾ 1, 2, 3 4 പറഞ്ഞ് വേറെ വാക്കവേ വിളിക്കാം. 22 വർഷം അവിടുത്തെ ഹൗദിന്റെ കരയിലിരുന്നിട്ട് ഹൗദിനെ കുറിച്ച് പാട്ടുണ്ടാക്കി കളഞ്ഞു. ബേക്കലുകാര് പറയാ ലോഹർ നിസ്കരിക്കാൻ ഹൗദിലേക്ക് വന്നു. ഹൗദിൽ വെള്ളമെടുത്തപ്പോ ഹൗദിൽ കിടന്നിട്ട് മീനുകൾ ഓടിക്കളിക്കുന്നു. ആ ഹൗദിന്റെ ചെറിയ കസ് അത് ആ കല്ലിലിരുന്നിട്ട് 48 വരെ പദ്യം പാടി. ബേക്കല് പള്ളിയിലെ ഹൗദിനെ കുറിച്ച് മഹാനായ തടവ മുഹമ്മദ് കുഞ്ഞു മൗലവി നവ്വറല്ലാഹു മർക്കദ എന്താ സാധനം എന്നറിയോ? കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. നിന്റെ വേർപ്പ് വേണ്ട, നിനക്കൊന്നും വേണ്ട. എവിടെ ഇരുന്നാൽ അവിടെ നിന്റെ മുമ്പിൽ സാധനങ്ങളെത്തും. ആഗ്രഹിക്കുന്നതെല്ലാം ദുനിയാവിൽ കിട്ടില്ല, ചോദിച്ചതെല്ലാം ദുനിയാവിൽ കിട്ടില്ല. ആഗ്രഹിച്ചതും ചോദിച്ചതും ഒന്നിച്ച് എല്ലാം കിട്ടുന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ലോകമെന്നേ ഉള്ളൂ. അത് സ്വർഗമാണ്. വലക്കും ഫീഹാ മാ തസ്തഹിയു ഫസുദ്ദും വലക്കും ഫീഹാ മാ തദ്ദഊ. ആഗ്രഹിച്ചതും ചോദിച്ചതും അവിടെ കിട്ടും. അള്ളാഹു നമുക്കത് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നൊന്ന് ഞാൻ നിർത്തി. ഒന്ന്, മുത്തഖീങ്ങൾ സ്വർഗത്തിൽ പോണ അവസ്ഥ ഇങ്ങനെയാ. ഖുർആൻ പറഞ്ഞ സൂറത്തു സുമർ, വാതിൽ താനെ തുറക്കും, അകത്ത് കയറി ഇഷ്ടമുള്ളതൊക്കെ. തെറ്റ് ചെയ്തവൻ സ്വർഗത്തിലേക്ക് പോകുന്ന അവസ്ഥ ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെയാ? തെറ്റ് ചെയ്തു, തെറ്റ് ചെയ്തപ്പോ തെറ്റാന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ അതിൽ നിന്ന് തിരിച്ചു മടങ്ങി അവനെക്കാത്ത് സ്വർഗം ഇങ്ങോട്ട് വരും. അവനെ നോക്കി സ്വർഗം. എന്താ മനുഷ്യന്മാരെ, അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് വന്നിട്ട് ഉണ്ടായിരിക്കോ? ഇത് നിസ്കരിച്ചവനെ മാത്രമല്ല, തെറ്റ് ചെയ്തു പോയി അറിയാതെ. പക്ഷേ അല്ലാഹു തവ്വാബാണ്, അവൻ ഗഫാറാണ്, അവൻ സത്താറാണെന്ന് മനസ്സിലാക്കി തിരിച്ചു നടന്നു. പിന്നെ അവൻ നല്ല ജീവിതം നയിച്ചു. അവനെ അന്വേഷിച്ചിട്ട് സ്വർഗം ഇങ്ങോട്ട് വരും. ബാക്കിയുള്ളവർ സ്വർഗം അന്വേഷിച്ച്, കാരണം നിനക്ക് പവർ കൂടുതലാ. തെറ്റ് ചെയ്തവൻ അതിൽ നിന്ന് മാറി വരുന്നത് പവർ കൂടുതലാണ്. ഖുർആൻ ഇതൊന്നും ബാക്കവി വെളിയിൽ നിന്നല്ല. ഖുർആൻ وَأُزْلِفَتِ الْجَنَّةُ لِلْمُتَّقِينَ غَيْرَ بَعِيدٍ هَذَا مَا تُوعَدُونَ لِكُلِّ أَوَّابٍ حَفِيظٍ. وَأُزْلِفَتِ الْجَنَّةُ സ്വർഗ്ഗത്തെ വലിച്ചു കൊണ്ടുവരും. നരകവും അങ്ങനെ തന്നെയാണ്. അന്നേ ദിവസം തമ്മാടികളുടെ അടുക്കിലേക്ക് നരകത്തെ വലിച്ചോണ്ടുവരും. സ്വർഗം വലിച്ചോണ്ട് വരും. സലാസത്തും തഷ്താഖു ഇലൈഹിമുൽ ജന്ന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുണ്ട്. ചില ആളുകളെ സ്വർഗം ആഗ്രഹിക്കും. നമ്മൾ സ്വർഗത്തെ ആഗ്രഹിക്കും, സ്വർഗം ചില ആളുകളെ ആഗ്രഹിക്കും. അല്ലാഹു അക്കൂട്ടത്തിൽ പെടുത്തട്ടെ. വഉസ്രിഫത്തിൽ ജന്ന, സ്വർഗം നമ്മുടെ അടുക്കലേക്ക് വലിച്ചോണ്ട് വരും. എന്നിട്ട് സ്വർഗം വരെ നിന്നെ ഞാൻ കാത്തിരിക്കുകയാണ്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. അല്ലാഹുവേ ഞങ്ങളെ അതിൽ പെടുത്തി അനുഗ്രഹിക്കണേ. അല്ലാഹുവേ അവരാരാണ്? അവർക്ക് 3 ഗുണങ്ങൾ ഉണ്ടാവണം. അതോടുകൂടി നമ്മുടെ വാൾ അവസാനിപ്പിക്കുന്നു. തെറ്റ് ചെയ്തിട്ട് പശ്ചാത്തപിച്ചു മടങ്ങിയ ഔവാബ്. 2, ഹഫീലുൻ, തെറ്റ് ചെയ്തു മടങ്ങി. ഹഫീലുൻ, പിന്നെ സൂക്ഷ്മതയോടെ ജീവിച്ചു, പിന്നെ ആ തെറ്റിലേക്ക് തിരിച്ചു മടങ്ങിയിട്ടില്ല. ഇതേപോലെ തലേ തുണി ഇടൂലായിരുന്നു, ഇടാൻ തീരുമാനിച്ചു. പിന്നെ ഇട്ട് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ ആരോ പറഞ്ഞു പ്രായം കൂടുതൽ തോന്നുന്നു. പിന്നെ അത് ഊരിട്ട് വീണ്ടും പർദ്ദയൊക്കെ ഇട്ടു, മക്കനെയൊക്കെ ഇട്ടു. അപ്പൊ വീട്ടിൽ പോയപ്പോ നാത്തൂമാരാ പറഞ്ഞു, അയ്യേ താത്താക്ക് വയസ്സ് കൂടുതൽ. എന്നാ പിന്നെ അത് ഊരിട്ട് വീണ്ടും മടങ്ങിയിട്ടില്ല. അവർ അതിൽ തന്നെ ഉറച്ചു. ചില ആളുകളുണ്ട് പർദ്ദയൊക്കെ ആക്കും, പിന്നെ കഴിയുമ്പോൾ ആരോ പറയും, ഓ വേണ്ടായിരുന്നു, ഒരു 5 വയസ്സ് കൂടുതൽ തോന്നുന്നു. പടച്ചോനെ തേച്ച ക്രീമല്ല നിഷ്ഫലമായി വീണ്ടും തിരിക്കും. തിരിവില്ല. അവരതിൽ തന്നെ നിന്നു. കാരണം അവര് ഭയപ്പെട്ടത് അവര് റഹ്മാനായ അള്ളാഹനെ ഭയപ്പെട്ട് ജീവിച്ചവരാണ്. അവര് സ്വർഗത്തിലേക്ക് പോയപ്പോ അള്ളാഹു പറഞ്ഞു, നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിലേക്ക് കടക്കുക. അള്ളാഹു അങ്ങനെ കേട്ട് സ്വർഗത്തിലെത്തുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനത്തെ വാക്ക് ഉദ്ഖുലൂഹാ ബിസ്സലാം, നിങ്ങൾ സമാധാനത്തോടെ നിങ്ങൾ സ്വർഗ്ഗത്തിലോട്ട് കടന്നോളി. ഈ ദുനിയാവിൽ സമാധാനം കിട്ടില്ല, പ്രത്യേകിച്ച് സമാധാനമില്ലാത്ത ഒരു വിഭാഗമാണ്. അതിനുശേഷം ഖത്തം ഖുർആനും ബഹുമാനപ്പെട്ട തങ്ങളുടെ ദുആയി നടക്കും. ഒരു വിഭാഗമാണ് നമ്മുടെ മുഅല്ലിമീങ്ങൾ. ഒന്നുമില്ല, വെള്ള വസ്ത്രത്തിന്റെ മുമ്പിൽ ചിരിച്ചു കാണിക്കുന്നവർ. ഒരു പള്ളിയിലെ മുഅല്ലിം, ഒരു മുഅദ്ദിൻ. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി, ഒരു നാട്ടിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളാണ് ആരാ? ഒന്നോ സഹകരിക്കുക, മോദി ബാഗ്. ബംഗാളിക്ക് പോലും അതിനേക്കാൾ കൂടുതലാണ്. ഏറ്റവും കുറഞ്ഞ ശമ്പളം. ഇനി മങ്കൂസ് മൗലൂദിന് പോയതിന് ഖത്തീബിന് 500, അപ്പഴും മുക്രിക്ക് 200 ഉള്ളൂ. ഏറ്റവും പാവപ്പെട്ട ആൾ, അള്ളാഹുവിൽ ഏറ്റവും ഉന്നതനായ ആൾ. എന്നാ നിങ്ങൾ ഞാൻ ഇപ്പോ കണ്ണൂരെടുത്ത് അതിനൊപ്പം അവിടുത്തെ ജുമയ്ക്ക് അവിടുത്തെ മുക്കര് പറഞ്ഞ 1500 രൂപ ശമ്പളം. 1500. ഞാൻ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇപ്പോഴുമുണ്ട് പല സ്ഥലത്തും. പക്ഷേ ഒരു കാര്യം ഉറപ്പാ, ലോകത്തിന്റെ കോടീശ്വരന്മാര് പലരും കടക്കണി മൂലം ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, അവര് വീട് വിട്ടോടിയിട്ടുണ്ട്. പക്ഷേ ലോകത്തിലെ ഏറ്റവും ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന മുക്രിക്കാക്ക കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തതായിട്ടൊരു പത്രത്തിൽ ഇന്നേ വരെ വാർത്ത വന്നിട്ടില്ല. ഓരോടത്തും ഏറ്റവും ചെറിയ സേവനത്തിന് ജോലി ചെയ്യുന്ന മുഅല്ലിമീങ്ങൾ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തു എന്ന് ഇന്നവരെ കേട്ടിട്ടില്ല. കാരണം അള്ളാഹു അവർക്കൊരു ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനാണ് ഈ ഇൽമിന്റെ പവർ നിലനിൽക്കുന്നത്. ഇന്നവരെ ഒരു പള്ളിയിലെ മുക്രി, ഒരു പള്ളിയിലെ മുരിയാർ, ഒരു മുഅല്ലിമ് കടക്കണി വന്നിട്ട് ആത്മഹത്യ ചെയ്തു നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. തൃശ്ശൂരിൽ ആത്മഹത്യ ചെയ്ത ആളുടെ പേരിൽ 18 കോടിയുടെ സ്വത്ത് അപ്പോഴും നിലവിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം അള്ളാഹു ആ സമൂഹത്തിന് ഒരു ഈമാനിന്റെ പവർ കൊടുത്തിട്ടുണ്ട്. ആ പവറിലാണ് ഇന്ന് നിലനിൽക്കുക. നാളെ അള്ളാഹു ഇത് മാറ്റിത്തരുമെന്ന നിലനിൽപ്പിന്റെ പേരിൽ അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സമൂഹത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാനാണ് ഈ അടുത്ത സമയത്ത് തൊടുപുഴയിൽ ഇബ്രാഹിം മൗലവി എന്ന മൂവാറ്റുപുഴക്കടുത്ത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തെ മരണപ്പെട്ടു പോയ ഭാര്യക്കും മകൾക്കും അള്ളാഹു പരലോകം വിശാലമാക്കി കൊടുക്കട്ടെ. അപകടത്തിൽ ഭാര്യ മരിച്ചു, മകള് മരിച്ചു. ആ മനുഷ്യന്റെ കൺമുമ്പിൽ അവരുടെ മൃതദേഹം ലോറിയുടെ അടിയിൽ കിടന്നു. വലത്തെ കൈ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു പോയി. അവസാന നിസ്സഹായനായി തന്റെ മകളും തന്റെ ഭാര്യയും മരിച്ച് അമൃത ഹോസ്പിറ്റൽ ഐസിയുവിൽ കിടന്നു. ആ മനുഷ്യൻ ഐസിയുവിൽ എഴുന്നേറ്റപ്പോൾ അദ്ദേഹം പറഞ്ഞെന്തെന്നറിയോ? കൂട്ടുകൂടെ നിന്നവരോട്, എന്റെ വലത് കൈ പറ്റി പോയ കാര്യം എന്റെ ഭാര്യയോടും മകളോടും പറയരുത്, ഇവർക്ക് താങ്ങാൻ കഴിയില്ല. ആ പാവത്തിന് അപ്പോഴും അറിയില്ല തന്റെ ഭാര്യയും മകളും ആറടി മണ്ണിലേക്ക് പോയി. ഒരൊറ്റ യാത്ര, ഒരു നിമിഷം മതി ജീവിതം മാറി മറിയാൻ. നമ്മുടെ പത്രത്തിലൊക്കെ ഒരു പരസ്യമുണ്ട്, ഇപ്പോ ഇലക്ഷനൊക്കെ എടുത്തപ്പോ 1 വർഷം ജീവിതം മാറി മറിഞ്ഞു. ഞാൻ പറയുന്നല്ല, ഒരു നിമിഷം മതി. ബൈക്കിൽ യാത്ര ചെയ്തു, ആ യാത്രയിൽ ഒരു അപകടം, ഭാര്യ നഷ്ടപ്പെട്ടു, പൊന്നുമോള് നഷ്ടപ്പെട്ടു, വലത്തെ കൈ നഷ്ടപ്പെട്ടു. ആ മനുഷ്യന് എഴുന്നേക്കും, എന്റെ വലത്തെ കൈ നഷ്ടപ്പെട്ട കാര്യം എന്റെ ഭാര്യയോടും മോളോടും പറയരുത്. അദ്ദേഹത്തിന് അറിയില്ല തന്റെ ഭാര്യയും മകളും ആറടി മണ്ണിലേക്ക് പോയി. ആ മനുഷ്യനെ ഞാൻ കണ്ടത് കുറെ വർഷങ്ങൾക്ക് ഞാൻ തൂക്കുപാലത്ത് ജോലി ചെയ്യുമ്പോഴാണ് കരിമൻ ഇബ്രാഹിം മൗലവിയെ കാണുക. അന്ന് എന്നോട് പറഞ്ഞ വാക്ക് വേണ്ട, ഞാൻ ചെറുതായിട്ട് വാത് തുടങ്ങിയ സമയമാണ്, ദുആ ചെയ്യണേ സ്വന്തമായിട്ട് വീട് കിട്ടാൻ. ഇപ്പൊ മരിക്കുമ്പോഴും ആ മനുഷ്യന് സ്വന്തമായിട്ടൊരു വീട്. ഇനി ബാക്കിയുള്ള മക്കൾ വളർത്താനൊന്നുമില്ല. 2 കൈ ഉണ്ടായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഒരു കൈയുമായി അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ നിൽക്കുമ്പോ ആ മനുഷ്യൻ എവിടേക്കാണ് പോവുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം നിങ്ങൾ സഹായിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ, നമ്മളെ കുറിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന ഈ മുഅല്ലിമീങ്ങൾ, അവരെ സഹായിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ മഹത്തായ പ്രസ്ഥാനത്തോട് സഹകരിക്കുകയും